1911 മുമ്പ് ഈ കേരള സമൂഹത്തിൽ ഒരു പള്ളിയും മെത്രാനും ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒരു ജനത എങ്ങനെയാണോ ഈ സമുദായത്തെ നിലനിർത്തി പോകുന്നത്, ആ സമുദായ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ആത്മീയ ബലം, ഒരു സമുദായ സ്പിരിറ്റ്, രക്തബന്ധം നിങ്ങൾക്കുണ്ടാവണം. എങ്കിലേ ഇതിവിടെ അവിടെ നിലനിൽക്കൂ. അല്ലാതെങ്കിൽ കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ പോലെ നാമാവശേഷമായി പോകും. നിങ്ങളുടെ കാലശേഷം ഇപ്പം ഇവിടുന്ന് പോയ മത്തായിയുടെ, തോമായുടെ അല്ലെങ്കിൽ ചിന്നമ്മയുടെ, മറിയാമ്മയുടെ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരുടെ പിൻബലത്തിൽ നിൽക്കുന്ന അവരുടെ മക്കളുടെ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കളുടെ കാലത്ത് സമുദായം ജ്ഞാനായം എന്ന് പറയുന്ന വാക്ക് വാറ്റിക്കായം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അന്നുള്ളവർക്ക് ആര്യ ദ്രാവിഡ സംസ്കാരം പോലെ ഒരു ഓർമ്മയായി മാറും. അതിനുള്ള എല്ലാ വഴികളും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ജ്ഞാനായം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനായ പള്ളിയിൽ നിന്നൊക്കെ സ്ഥാപിക്കുന്ന വൈദികരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം ഭാവിയല്ല, താൽക്കാലിക ലാഭങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള, അതായത് ഇത് ഒത്തിരി ആൾക്കാർ കാണുന്നതാണ്, ഇൻക്ലൂഡിങ് വൈദികർ കാണുന്നതാണ്. അവരോട് സാറിന് പറയാനുള്ള എന്താണ്? വൈദികര് അവരോട് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവരോട് പിന്നെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ച് അവരുടെ അന്തന്യപ്പത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവരുടെ പൗരോഹിത്യത്തിൻ്റെ പ്രശ്നമാണ്. പൗരോഹിത്യം എന്നും അവരുടെ ഹൈറാർക്കിയോട് ബന്ധപ്പെട്ട നിൽക്കുള്ളൂ. പ്രതിരോധിക്കാൻ അവർക്കാവില്ല. അവർക്ക് ജനതയോടൊപ്പം നിൽക്കാനാവില്ല. ജനതയോടൊപ്പം നിന്നാൽ അവർ ഹൈറാർക്കിയെ നീതിക്ക് വേണ്ടി നിഷേധിച്ചാൽ പിന്നെ അവർക്കുള്ളത് കുരിശാണ്. ഈ കാലഘട്ടത്തിൽ കുരിശിനൊന്നും ഒരു പ്രസക്തിയില്ല. ഒരുത്തരും കുരിശ് ഏറ്റെടുക്കത്തില്ല. ഇതിന് വെറുതെ വേറെ പണിയൊന്നുമില്ല. മോനെ, പിന്നെ ഇനിയുള്ള കാലത്ത് നമ്മൾ ഈ പറയുന്ന പഴയ സഹനം, ക്ഷമ, ത്യാഗം, സ്നേഹം, കാരുണ്യം, ഇതെല്ലാം മനുഷ്യ മനസ്സിൽ നിന്ന് പറ്റി മരുഭൂമി പോലെ ആവുകയാണ് മനുഷ്യ മനസ്സുകൾ. അപ്പോൾ ഈ മരുഭൂമി പോലെ ആകുന്നവന് ഇനിയിപ്പോൾ താൽക്കാലികമായിട്ട് അവൻ്റെ മനസ്സിലുള്ളത് ഈ അവൻ്റെ നിലനിൽപ്പ് മാത്രമാണ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ അവനവൻ്റെ നിലനിൽപ്പ് മാത്രമാണ്. അതായത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഗോഡാണ്. മീരാനന്ദ് എന്ന് പറയുന്ന ഒരുവൾ എഴുതിയ പുസ്തകത്തിൻ്റെ തലക്കെട്ട് മാർക്കറ്റ് ഗോഡ് എന്നാണ്. ഇപ്പൊ ഗോഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പം ഈ ക്ഷമ, സ്നേഹം, നന്മ, ത്യാഗം, സ്നേഹം, ദയ, കാരുണ്യം, സഹനം, ഇതെല്ലാം പഴയ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളിൽ നിന്ന് പോയി പ്രൗഢിയുടെയും ആർഭാടത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒരു ലോകം നമ്മുടെ മുമ്പിലേക്ക് വന്നു. ഇതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ പൗരോഹിത്യം പണ്ടേ അത് തന്നെയാണ്. റോമൻ പ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും സീസറിൻ്റെ ഇതെല്ലാം കോട്ടപത്രങ്ങളും അതിൻ്റെ ആടയാഭരണങ്ങളും അടിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. മാർക്കറ്റിലാണ് നമ്മളൊക്കെ ഒരു ചന്തസ്ഥലത്താണ്. ആ ചന്ത സംസ്കാരം മുഴുവനും ഒരു ഹൈറാർക്കി നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കും, കാണിക്കും. നമ്മളതിൻ്റെ ഇരകളാകും. പിന്നെ ചെയ്യുന്നത് നിങ്ങളുടെ സമുദായ ഒരു സ്പിരിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമുദായത്തിൻ്റെ സ്പിരിറ്റിന് വേണ്ടി ഒരു ജനത ഒന്നിച്ചു നിൽക്കുക. അപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നിടത്ത് നിങ്ങളുടെ സേവകരായി എന്ന് പറയുന്ന, നിങ്ങളുടെ ആത്മരക്ഷയെ കരുതി എന്ന് പറയുന്നവരെ ചിലപ്പോൾ നിരാകരിക്കേണ്ടി വരും. അവരുടെ നിലയ്ക്ക് നിർത്തേണ്ടി വരും. അത് നിങ്ങളുടെ ശക്തിയാണ്. കേരളത്തിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കേരള ജനത നൂറ്റാണ്ടുകളായി ഈ അടിമത്തം അനുഭവിച്ചു. നിങ്ങളെ സംബന്ധിച്ച് അമേരിക്കയിൽ കുറച്ചുകൂടെ സാമ്പത്തിക സ്വസ്ഥതയും സാമ്പത്തികമായ സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഓടാ എന്ന് പറയാം. പക്ഷെ അത് കരുത്ത് കാണിച്ചാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. കിട്ടാനുള്ളത് ഒരു സമുദായമായിരിക്കാം, സമുദായത്തിന് നിലനിൽപ്പായി. ന്യൂനപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് മാക്കിൽ ബിഷപ്പ് ഇങ്ങനെ ഒരു വേറിട്ട ഒരു രൂപതയെ പടുത്തുയർത്തി വേലി കെട്ടി ഇതിനകത്താക്കിയത്. വേലി തുറന്നു കൊടുത്തേക്കുക. വേലി തുറന്നു എല്ലാവരും കയറി ആക്രമിച്ചാൽ പിന്നെ വേലിക്ക് പ്രസക്തി ഇല്ലല്ലോ. എല്ലാവരും കയറി ഇറക്കട്ടെ. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് എല്ലാവരും കയറി ഇറക്കട്ടെ. അണകെട്ടി വെച്ചിരുന്ന വെള്ളം തുറന്നു വിട്ടേക്കുവാണ്. വെള്ളം ഒരു സ്ഥലത്തോടെ പോവുള്ളൂ, ഇങ്ങോട്ട് തിരിച്ച് വരത്തില്ല. അപ്പൊ പോട്ടെ. അപ്പൊ ഇത് പിന്നെ വരും കാലത്തേക്കാണ്. ഇത് താൽക്കാലിക കാര്യങ്ങളല്ല.
ഇത് വരും കാലത്തെക്കുറിച്ച് ആർക്കായപ്പോൾ ചിന്തിക്കുക എല്ലാവരും അവരവരുടെ തൊട്ടുമുന്നിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് പോകാൻ അൽമായ നേതൃത്വവും നേതൃത്വത്തിൻ്റെ ശക്തിയും അവരുടെ ആത്മധൈര്യവും ഒരു ജനതയുടെ വികാരവും എല്ലാം ഉണ്ടാവണം. അല്ല, അതിനിപ്പോൾ ഒരു ഇതായിട്ട് കാണുന്നത് ഇപ്പോൾ KCCനെയും നാനായ കത്തോലിക്ക കോൺഗ്രസും KCYയിലും അങ്ങനെയുള്ള മത സംഘടനകൾ DKCC എല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് ഒരു കോമൺ ഗോളിൽ ഒരു ലോങ് ടൈം പ്ലാനിൽ ഒരു സമരമുറ ഡിസൈൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സമുദായത്തെ ഇപ്പോൾ രക്ഷിക്കാൻ പറ്റൂ. ലോകത്തെല്ലായിടത്തും ഒരേ ജ്ഞാനായക്കാരനും ഒരേ രൂപതയും വന്ന് പറയുന്ന പോലെ വന്ന് ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഓരോ രാജ്യക്കാരും ഇത് പീസായിട്ട് അവരുടേതാക്കി മാറ്റി, അതെ, ഒന്നുമില്ലാതായി പോകും.